വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെ വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടുവാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ ശിഷ്യൻ ആകുവാൻ ആഗ്രഹിക്കുന്നവൻ കൊടുക്കേണ്ട വിലയെപ്പറ്റിയാണ്. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച്, സ്വന്തമായവരെ ഉപേക്ഷിച്ച്, സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോകണം. അത് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഈ വചനത്തെ തന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി സ്വജീവിതത്തിലൂടെ കർത്താവിന്റെ വിളിക്ക് പ്രത്യുത്തരമേകിയ ഒരു മഹനീയ വ്യക്തിത്വത്തിന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള ഉയർത്തലാണ് എന്ന് നമ്മളെല്ലാവരും സന്തോഷത്തോടെ അനുസ്മരിക്കുന്നത്, ആഘോഷിക്കുന്നത്. കൽക്കത്തയിലെ വിശുദ്ധയായ മദർ തെരേസ വെറും ഒരു ബാലികയായി ഈ ലോകത്തിൽ ജീവിച്ചു വളർന്ന തന്റെ ജീവിതം കർത്താവിന്റെ വിളിക്ക് പ്രത്യുത്തരമായി സമർപ്പിച്ചപ്പോൾ കർത്താവ് ആ മകനിലൂടെ ചെയ്ത മഹൽ സംഭവങ്ങൾക്ക് ലോകം മുഴുവനും സാക്ഷിയാകുന്നു. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും 2-ാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതൻ ഈ ലോകത്തിൽ വന്നു പിറന്ന് ഇടയനായ യേശുവിന്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ അനുഗമിച്ച് സ്വർഗമഹിമ കരസ്ഥമാക്കിയവരാണ് വിശുദ്ധർ. വിശുദ്ധരെ നോക്കി പുറം ലോകത്തേക്ക് ഇനി നമുക്ക് പോകേണ്ടതില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ തന്നെ അനേകം സജീവ മാതൃകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, മദർ തെരേസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. മദർ തെരേസയെ വ്യക്തിപരമായി അറിഞ്ഞവർ ചുരുക്കമായിരിക്കും. വ്യക്തിപരമായി അമ്മയോട് അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. എങ്കിലും കർത്താവിന്റെ മുൻപിൽ വിശ്വസ്തയായിരുന്ന ആ സമർപ്പിതമായ ജീവിതം നമ്മെ ഓരോരുത്തരെയും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു, ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവിലേക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ഉയർത്തുവാൻ ആ അമ്മയുടെ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നു. മദർ തെരേസയുടെ ജീവിതം മാസിഡോണിയയില് 1910 ഓഗസ്റ്റ് 26-നാണ് അവൾ ജനിച്ചത്. സാമാന്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും
അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചു. നമുക്കറിയാം, കുടുംബത്തെ താങ്ങുന്ന അപ്പന്റെ അസാന്നിധ്യം സാമ്പത്തികമായ വലിയ തകർച്ചയിലേക്ക് കുടുംബത്തെ നയിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ ആ മകൾ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ 12-ാം വയസ്സിൽ കർത്താവിന്റെ വിളി ശ്രവിച്ച് സമർപ്പിത ജീവിതം തിരഞ്ഞെടുക്കുവാൻ ആഗ്നസ് എന്ന് വിളിക്കപ്പെട്ട ആ മകൾ തീരുമാനിച്ചു. 18-ാം വയസ്സിലാണ് ഈ ആഗ്രഹം നിറവേറ്റുവാൻ അവൾക്ക് സാധിച്ചത്. അയർലൻഡിലുള്ള സിസ്റ്റേഴ്സ് ഓഫ് ലോററ്റോ സന്യാസിനി സഭയിൽ ചേർന്നു. അങ്ങനെ 87 വയസ്സുവരെ തന്റെ സമർപ്പണം അതിന്റെ ആഴത്തിൽ ജീവിച്ച മദർ തെരേസായുടെ വിശുദ്ധ പദവി പ്രഖ്യാപനമാണ് നാം ഇന്ന് റോമിൽ കണ്ടതും അനുസ്മരിച്ചതും ആഘോഷിക്കുന്നതും. ഈ അമ്മയെപ്പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ആ മകളുടെ ശുശ്രൂഷയെ അംഗീകരിക്കുന്നത്? അവളുടെ അനന്തരഗാമികളായ സിസ്റ്റേഴ്സിന്റെയും അച്ഛന്മാരുടെയും മറ്റു പല സ്ഥാപനങ്ങളിലും പോയി വോളണ്ടിയർ വർക്ക് ചെയ്ത് അവരെയൊക്കെ സഹായിക്കുവാൻ എന്താണ് അവളിൽ ഇത്ര ശക്തമായി ഉണ്ടായിരുന്നത്? കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ യേശുവിന്റെ ദാഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ ദാഹത്തെ ശമിപ്പിക്കുവാൻ തനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് സ്വജീവിതത്തിലൂടെ അവൾ അന്വേഷിക്കുകയായിരുന്നു. കർത്താവിന് വലിയ വില കൊടുത്ത് തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും വിട്ട് കർത്താവിന്റെ വഴി പിന്തുടർന്നപ്പോൾ ഇന്ത്യയിലേക്ക് അധികാരികൾ അവളെ അയച്ചപ്പോൾ ആ ദൈവഹിതത്തിന് മുൻപിൽ സ്വയം സമർപ്പിച്ച ആ കന്യാരത്നം തുടർന്ന് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ വിളിയോട് പ്രത്യുത്തരിക്കുകയായിരുന്നു. അവിടെ ചേരികളിൽ കണ്ട മനുഷ്യരുടെ വേദന നിറഞ്ഞ ജീവിതത്തിന് മുൻപിൽ അവർക്കായി ദാഹിക്കുന്ന കർത്താവിന്റെ ദാഹം അവൾ തിരിച്ചറിഞ്ഞു. ആ ചേരികളിൽ മനുഷ്യരെന്ന രീതിയിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ വിശക്കുകയും ദാഹിക്കുകയും രോഗികൾക്കായ പരിചരണം ലഭിക്കാതെ ഹീനമായ വൃത്തികേടുകളിൽ സ്വന്തം ജീവിതം ഇല്ലാതായി തീരുവാൻ വിധിക്കപ്പെട്ട പാവങ്ങളുടെ പക്കലേക്ക് സ്വയം ഇല്ലായ്മയാക്കിക്കൊണ്ട് വരാമായിരുന്ന അപകടങ്ങളെയും വെല്ലുവിളികളെയും രോഗങ്ങളെയും തന്റെ ദിവ്യനാഥനിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ആ മക്കളുടെ ഇടയിലേക്ക് പാവങ്ങളുടെ അമ്മയായി അവൾ ഇറങ്ങിച്ചെന്നു. അതിനപ്പുറം തന്റെ സുരക്ഷിതത്വമോ തന്റെ ഭാവിയോ എന്താകുമോ എന്ന് അവൾ ചിന്തിച്ചില്ല. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കണം. ആ സമർപ്പണം തനിക്ക് ജീവിക്കാനാകുന്നത് ദൈവമക്കൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് നാം വായിക്കുന്നുണ്ട്, അവസാന വിധി ദിവസത്തിൽ കർത്താവിന്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ അവിടുന്ന് എപ്രകാരമാണ് നമ്മെ വിധിക്കുന്നത്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. കർത്താവിന്റെ ഈ വചനങ്ങളെ ഉള്ളിൽ ഏറ്റുവാങ്ങി വിശക്കുന്നവർക്ക് ആഹാരം നൽകുവാൻ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുവാൻ, വസ്ത്രമില്ലാത്തവരെ ഉടുപ്പിക്കുവാൻ, അങ്ങനെ കാരാഗൃഹത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകി അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏറ്റവും തീക്ഷ്ണമായി നിർവഹിച്ച ആ ജീവിതം
ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ദൈവമേ, നിന്റെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 7-ാം വാക്യം. ഈ മനോഭാവമാണ് അമ്മ ജീവിച്ചത്. ദൈവമേ, നിന്റെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഞാനും എന്റേതും എല്ലാം ദൈവത്തിന്റെ സർവ്വ ആധിപത്യത്തിന് മുൻപിൽ അവൾ സമർപ്പിച്ചു. നിന്റെ ഹിതം നിറവേറട്ടെ, നിന്റെ രാജ്യം വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവ് കൊണ്ട് ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അതെ, സ്വന്തം ജീവിതം ധാരണയിൽ സ്ഥാപിച്ച ഭവനം പോലെ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട് വചനത്തിൽ ഉറപ്പിച്ച് വചനം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച് സ്വന്തം ജീവിതത്തിലൂടെ വചനം പ്രഘോഷിച്ച മദർ തെരേസയുടെ ജീവിതം എന്ന് നമ്മയും വിളിക്കുകയാണ്. കർത്താവിന്റെ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുവാൻ ഈശോ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കുകയും ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അതിലെ പോകുന്നവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളെ എങ്ങനെ ദൈവാനുഭവമാക്കി മാറ്റാമെന്ന് വിശുദ്ധ നമുക്ക് കാണിച്ചു തരികയാണ്. ഭൗതികതയുടെ അതിപ്രസരണത്താല് നമ്മുടെ ചുറ്റുമുള്ള ലോകം തിന്മയ്ക്കും പിന്നാലെ ഓടുമ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്ന ഈ ജീവിതം കൊണ്ട് വിശക്കുന്നവർക്ക് ആഹാരം നൽകുവാൻ, ദാഹിക്കുന്നവർക്ക് കുടിക്കുവാൻ കൊടുക്കുവാൻ, വസ്ത്രമില്ലാത്തവരെ ഉടുപ്പിക്കുവാൻ അമ്മയിലൂടെ ഈശോ നമ്മയും വിളിക്കുകയാണ്. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് ക്രിസ്തു തന്നെയായിരുന്നു. എല്ലായിടത്തും എല്ലാത്തിലും ദൈവത്തിന്റെ ഹിതമന്വേഷിച്ച അമ്മ കണ്ടുമുട്ടിയവരെ യേശുവിന്റെ മുഖം ദർശിച്ചു, യേശുവിനെ അവരിൽ പരിചരിച്ചു. അത് ഓടയിൽ കിടക്കുന്നവരിലായാലും പുഴു നിറഞ്ഞ ശരീരം കഴിയുമ്പോഴായാലും വിശക്കുന്ന കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പോഴായാലും എവിടെയും യേശുവിന്റെ മുഖം, യേശുവിന് സേവനം ചെയ്യുന്നു. ഈ അവബോധം എന്ന് കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്ന നമ്മയും അമ്മ വിളിക്കുകയാണ്. കർത്താവിന്റെ വഴിയെ പിഞ്ചെന്ന് ദൈവരാജ്യത്തിനായി ആത്മാക്കളെ നേടാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗഭാഗ്യത്തിൽ നമുക്ക് അനശ്വരമായ സമ്പാദ്യം നേടിവെക്കുവാൻ ഇന്ന് നമുക്ക് മദർ തെരേസയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിന് സ്വന്തം ജീവൻ നൽകി കർത്താവിനെ പിന്തുടർന്ന അമ്മയുടെ മാതൃക നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും കർത്താവിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും ഈ അമ്മയുടെ മാതൃക പിന്തുടർന്ന് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ ജീവിതം നോക്കുമ്പോൾ അവര് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? വിശക്കുന്നവർ, നഗ്നർ, ഭവനരഹിതർ, മുരന്തർ, അന്ധർ, കുഷ്ഠരോഗികൾ, അനാഥത്വം അനുഭവിക്കുന്നവർ, സ്നേഹം കിട്ടാത്തവർ, പരിചരണം കിട്ടാത്തവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, സമൂഹത്തിൽ വേണ്ടാത്തവർ എന്നിവർക്കായി സേവനം ചെയ്യുക. നമുക്ക് ദൈവത്തിന് മുൻപിൽ നന്മയുള്ളവരാകുവാനുള്ള ഒരവസരമാണിത്. കാരണം ഈ ലിസ്റ്റിലൊന്നും തമ്പുരാൻ നമ്മെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് വിശക്കേണ്ടി വന്നിട്ടില്ല. വല്ലപ്പോഴും വിശന്നാൽ പോലും അതിലധികമായി നമുക്ക് അവിടുന്ന് ഭക്ഷണം തന്നിട്ടുണ്ട്, വസ്ത്രം തന്നിട്ടുണ്ട്. ഒരിടത്തും നഗ്നരായിരിക്കേണ്ട സ്ഥിതി നമുക്ക് വന്നില്ല. ഭവനമില്ലാതെ അലയേണ്ടി വന്നില്ല. ഭവനമില്ല എന്നുള്ള ആകുലത നമ്മെ അകറ്റുമ്പോഴും നാം എപ്പോഴും കർത്താവിന്റെ കൈകളിലാണ്. അവിടുന്ന് നമ്മെ കരുതുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ
വിശുദ്ധിയായ ഈ അമ്മയുടെ ജീവിതം നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവതിരുമുൻപിലേക്ക് ഉയർത്തി നന്മ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയെപ്പോലെ ദൈവജനത്തിനായി സേവനം അനുഷ്ഠിക്കുവാനും ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളാലാവും വിധം വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. നമ്മിൽ ചെറിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധയായ ഈ അമ്മയോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നേർന്ന് മോഡലായി കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ ആഗ്രഹിച്ച് ദാഹിച്ച് മക്കളെ അവിടുന്ന് ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു. ഉള്ളങ്കാൽ വരെ തിരുരക്തത്താൽ അവിടുന്ന് കഴിവ് സ്വീകരിക്കണമേ. ഓരോ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരു കുടുംബങ്ങളാക്കി മാറ്റണമേ. വചനത്തിന് ശക്തിയാൽ, കൂതാശയുടെ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഈ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. കാൽവരി മലയിൽ കർത്താവിനെ കുരിശ് ഉയർന്നിരിക്കുന്നു. ദീപം നിറക്കുന്ന കുരിശ്, രക്ഷ നിറക്കുന്ന കുരിശ്, ആശ്വസിപ്പിക്കുന്ന കുരിശ്, സൗഖ്യം തരുന്ന കുരിശ്, ഈ കുരിശിലേക്ക് ഈ മക്കളെ മുഴുവനായി ചേർത്ത് വെക്കുന്നു. നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.